ആര്യന്തൊടുക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നോമ്പ് തുറക്കാന് അവസാന നല്ല അടിപൊളി ഒരു ഓഫ് റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു വെറൈറ്റി നോമ്പ് തുറന്നത് ആദ്യമായിട്ടാട്ടോ. ഇവരെല്ലാവരോടും നിങ്ങൾ ആര്യന്തൊടുക്കാരല്ല, ഏതായാലും ഗംഭീര നോമ്പ് തുറ, രക്ഷല്ല. ഇതുപോലത്തെ ഒരു നോമ്പ് തുറ ആദ്യമായിട്ടാണ്. നാച്ചുറൽ വൈബ്. ഇതാ നല്ല ചാലിയാറിന്റെ തീരത്തിലെ ഏതായാലും ആര്യന്തൊടുകയുടെ സ്വന്തം കുഞ്ഞു. ഇഷാമുല്ല പൂക്കും രാവിൽ തസ്ബീഹ് പാടാം ഞാൻ, ഇലാഹിന്റെ നാമം നാവിൽ തഹ്ലീൽ തീർക്കാം ഞാൻ. യാ റഹ്മാനേ യാ റഹ്മാനേ കൈവടിയല്ലേ യാതന തീർക്കാൻ നീ മാത്രമല്ലേ. ദിനമഞ്ചു നേരം ഞാൻ നമിക്കുന്നു നിൻ മുന്നിൽ, ഇഷാമുല്ല പൂക്കും രാവിൽ തസ്ബീഹ് പാടാം ഞാൻ, ഇലാഹിന്റെ നാമം നാവിൽ തഹ്ലീൽ തീർക്കാം ഞാൻ. ആര്യന്തൊടുക എന്താ പറയാ, യുണൈറ്റഡ് FC ല്ലേ, നിങ്ങൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഇതെല്ലാം കൂടിയാ ഇവര് നടത്തുന്ന ഒരു നോമ്പ് തുറാണ്. അതാ ഞങ്ങളെ അടുത്ത ഒരു നല്ലൊരു ഗായകനാണ് ഇവനല്ലേ, ആസ്ഥാന ഗായകൻ. അടിപൊളി സെറ്റപ്പാട്ടോ, അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ ഒരുപാട് പേര് ട്രക്കിങ്ങിനൊക്കെ വരുന്ന സ്ഥലം അല്ലേ പൊതുവെ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سمع ഭക്ഷണം അൺബോക്സിങ് ബിരിയാണി അൺബോക്സിങ്. യെസ്, അങ്ങനെ ഇവിടെ അൺബോക്സിങ് ചെയ്തിരിക്കുകയാണ് ഭക്ഷണം. അഷ്ഫഖാണ് എക്സ്പേർട്ട് അല്ലേ. ഷാഫി എന്താണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയി സാറിന്റെ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാടിയിലെ രാജാവല്ലേ അന്നുവരും യാചകനായെന്നോ നന്നായറിയാം ഞാൻ ഈ നാട്ടിലെ വീരാണെന്ന്, എന്നാലും എന്റേതായൊരു ദുരവുമില്ല പ്രിയേ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമായി ഒന്ന് കേട്ടിടുവീൻ. അമവിയ രാജകുമാരൻ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിയവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയാ. ഞാനിതുവരെ കേട്ടില്ല സുർബിയാൻ. ഇവനാണ് സുർബിയാന്റെ ആള്. ഓക്കെ, അത് പാണ്ടിക്കാട് ഇവിടെ എത്തിച്ചതാ. ഇവൻ ഓൾറെഡി സുർബിയാൻ കഴിച്ചിരിക്കുന്നു. പാണ്ടിക്കാട് ഏതാണ്? പാണ്ടിക്കാട് അംസാക്ക. ഭക്ഷണം നമ്മൾ രുചിക്കാൻ പോവാണ്. അടിപൊളി ഒരു രക്ഷല്ല. വൈബാണ് വൈബ്. ഇത് സുർബിയാനി അല്ലേ? സുർബിയാനി. ഇതാണ് സുർബിയാനി. ഓക്കെ, ബിരിയാണി നമ്മൾ സ്ഥിരം കഴിക്കുന്നല്ലേ. സുർബിയാനി അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. സാർ
നമ്മളെ യൂത്തിൻ്റെ ഒരു ഇഫ്താർ സംഘം ഇവിടെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ വന്നതും അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥിയുമായിട്ടുള്ള ഖലീൽ സാറെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഞാൻ തിരക്ക് പിടിച്ച ഡ്യൂട്ടീൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മ തന്നെയാണ് എനിക്ക് ആരോഗ്യപരമായിട്ട് തരാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ നല്ല പുഴയുടെ തീരത്ത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചപ്പം പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ടേ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ഇതൊക്കെ ആയി നിൽക്കുന്നതിൻ്റെ അടുത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ മറന്നു പോകുന്ന ഒരു കാലമാണ്. ഇതുപോലൊരു വേദിയിൽ നിങ്ങൾ ഇഫ്താർ സംഗമം നടത്തിയത് തന്നെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. എന്തായാലും ആര്യന്തൊടിക്കാരെക്കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ പലപ്പോഴും ഒരുപാട് ആരോഗ്യ കൂട്ടായ്മയിലൊക്കെ വന്നിട്ടില്ലേ, നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ ഒരു ക്ലബ്ബ് മെയിനായിട്ട് ഫുട്ബോളും ഇതൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ തന്നെയാണ് നമ്മൾ ശരീരത്തെ ചലിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തലാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ പ്രകൃതിയോട് ഒരിക്കലും നിങ്ങളുടെ നാടിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രകൃതി രമണീയമായൊരു സ്ഥലം. ഇവിടുന്ന് തന്നെ ആരോ ഒന്ന് പറഞ്ഞു ഇവിടുത്തെ ഇടവണ്ണയിലെ കൊച്ചിയാന്ന്. ആരെന്നാ പറഞ്ഞത്? ഇടവണ്ണയിലെ കൊച്ചി അല്ലത്, ഇടവണ്ണയിലെ ആലപ്പുഴ എന്ന് പറയാം. അല്ല, എനിക്ക് ഇടവണ്ണയിലെ ആലപ്പുഴ എന്നാ പറയേണ്ടത്. ഇതിനെ അത്രയും നല്ലൊരു സ്ഥലമാണ്. ഇത്രയും നല്ലൊരു ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു ഇഫ്താർ സംഗമം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയത് ഇവിടുന്നാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മളൊന്ന് നിലനിർത്തിയാൽ തന്നെയാണ് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യം എന്നാണ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ പ്രകൃതി ഈ നിമിഷത്തിൽ ഒന്ന് ആസ്വദിക്കാം. നമുക്ക് പെട്ടെന്ന് നിങ്ങളൊരു 5 കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് കാണി ഇവിടുന്ന്. 5 കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. മരങ്ങൾ, ഓക്കെ കിളി പറക്കുന്നത്, വെള്ളം, ലൈറ്റ് അല്ലേ. ഓക്കെ, ഇനി 4 കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളൊന്ന് കേൾക്കി. ചീവീടിൻ്റെ ശബ്ദം, പുഴയിലെ വെള്ളത്തിൻ്റെ ശബ്ദം, നമ്മൾ സംസാരിക്കുന്നത്, കാറ്റിൻ്റെ ശബ്ദം അല്ലേ. ഇനി 3 സ്പർശിച്ചറിയുന്ന സംഭവങ്ങളൊന്ന് അറിയും. മണൽ അനുഭവിച്ചറിയാം അല്ലേ. ഈ കാറ്റ്, ഇതൊക്കെ ഉണ്ട്. ഇനി സ്മെല്ല്, ചിലപ്പം നമ്മൾ രണ്ടെണ്ണം. ഇനി 1 രുചിച്ചറിയാവുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടുന്ന് ഉപയോഗിച്ച നല്ല നിങ്ങളെ ആര്യവൃത്തരക്കാരൻ ഉണ്ടാക്കിയതാണോ കടികളൊക്കെ? ആരാണ്ടാക്കി ഇവിടെ ഉണ്ടോ? ബാബുവിനൊരു ക്ലാപ്പ് പിടിക്കി. നല്ല രുചിയുള്ള ഭക്ഷണം, അതിൻ്റെ രുചിയും അറിയുന്നുണ്ട്. ഏതായാലും ഞാൻ വൈകിപ്പിക്കുന്നില്ല. നമുക്ക് ഇഫ്താർ കഴിച്ച് വേഗം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് എത്താറുണ്ട്. എന്തായാലും ഇതുപോലുള്ളത് ഇനിയും നിങ്ങൾ ഇത് കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ. ഓക്കെ.